നമ്മുടെ രാഹുൽ ഗാന്ധി പിന്നെയും MP അല്ലാതാകുമോ എന്നൊരു സംശയം. മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് വരുമോ എന്ന് സംശയമുണ്ട്. കാരണം പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം നടത്തിയ നാടകങ്ങൾ, നരവനയുടെ പുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് നടത്തിയ നാടകങ്ങൾ എല്ലാ തരത്തിലും രാജ്യത്തിനെതിരായ നിലപാടാണ് എടുത്തത്. അതേ തുടർന്ന് BJPയുടെ MP കൊണ്ടുവന്ന പ്രമേയം സഭ പരിഗണിക്കാൻ പോവാണ്. ലോക്സഭയിൽ ഭരണപക്ഷത്തിന് നല്ല ഭൂരിപക്ഷമുണ്ട്. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു പാർലമെൻ്ററി സമിതി ഉണ്ടാക്കി വിളിച്ചു വരുത്തി തെളിവെടുപ്പൊക്കെ നടത്തി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സുനിൽ, അത് ലോക്സഭയിൽ ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ചേർന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നു. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട്, അദ്ദേഹം പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ അടുത്ത നടപടി കോടതിയിൽ പോവുക എന്നുള്ളതാണ്, സുപ്രീം കോടതിയിൽ പോവുക എന്നുള്ളതാണ്. ഇപ്പം ഇതുവരെയുള്ള പാറ്റേൺ നോക്കുമ്പോൾ കോടതിയിൽ നിന്ന് അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം വളരെ ഇനി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ അത് കോർട്ട് അലക്ഷ്യമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അനുകൂലമായിട്ടുള്ള കുറേ ജഡ്ജിമാർ അതിനകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ന്യായം, നീതി അതൊന്നുമല്ല. ഇത് നമ്മുടെ കൊളീജിയം സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഇപ്പോൾ അന്ന് നരേന്ദ്രമോദിനെ എന്താ പറയണേ, ചോറാണ് എന്നൊക്കെ പറഞ്ഞ് ചൗക്കിദാർ ചോറ്, പിന്നെ നീരവ് മോദി എല്ലാം എല്ലാ മോദിമാരും എന്തുകൊണ്ടാണ് കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞ കേസിൽ അയാൾ യഥാർത്ഥത്തിൽ അയാൾക്ക് പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടേണ്ടിയിരുന്നതാണ്. കോടതി അയാളെ രക്ഷപ്പെടുത്തി. കോടതിയുടെ വിധി കൊണ്ട് അയാളെ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നമുക്ക് വേണ്ടത് ഒരു കുറേ കൂടി നല്ല ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്. വി നീഡ് എ മച്ച് ബെറ്റർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. വി ഡിസർവ് എ മച്ച് ബെറ്റർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അത്ര മോശം ജനതയൊന്നും അല്ല നമ്മൾ. ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ നമ്മൾ അർഹിക്കുന്നുണ്ട്. കാരണം എന്താ, പക്ഷേ ഇതുവരെ കണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ ലോക്സഭയിൽ. ഇതിനു മുമ്പ് മറ്റേ ബംഗാളിൽ നിന്നുള്ള ഒരു റേ ആയിരുന്നു അയാൾ. കാര്യം അദ്ദേഹത്തിന് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷിലും അദ്ദേഹം അത്ര വലിയ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ കൂടിയും കാര്യമായിട്ടുള്ള വിവരങ്ങൾക്ക് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അയാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ അയാൾ ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാനുള്ള യോഗ്യത അയാൾക്കില്ല എന്നുള്ളതാണ്. എന്തൊക്കെ വൃത്തികേടാണ് അയാൾ കണ്ണിറുക്കി കാണിക്കുക. അതേപോലെ തന്നെ സ്പീക്കറോട് പറയുക. കഴിഞ്ഞ ദിവസം ജഗദാംബിക പാലിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ വർത്തമാനം മതി. അത് മാത്രമോ, പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവിയാണ്. രാജ്യം ആദ്യം കേൾക്കുക ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അന്വേഷിക്കും പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞിരിക്കണമെന്ന്. ഈ മണ്ടൻ എന്തൊക്കെയാ വിളിച്ച് പറയണേ. അയാളുടെ പബ്ലിക് ഫങ്ഷനെല്ലാം കണ്ടിട്ടില്ലേ, പ്രസംഗിക്കുന്ന കണ്ടിട്ടില്ലേ. പാർലമെൻറ്റിൽ അയാൾ സംസാരിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാ അയാൾ കാണുന്ന ഗ്രിപ്പ് അങ്ങനെയാണ്, ക്ലിപ്പ് അങ്ങനെയാണ് ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അയാൾ. ഇതാണോ ഇത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ജോലി? അത് മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റ് അംഗങ്ങളല്ലാത്ത പലരുടെ പേരും വിളിച്ചു വരുത്തി അദാനി അംബാനി എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ അയാളെ താക്കീത് ചെയ്തു. സഭയിലില്ലാത്തവരുടെ പേരും നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞ, ഇനി ഞാൻ അംബാനിന്നോ അദാനിന്നോ ഒന്നും പറയില്ല. അപ്പം അയാൾ പാർലമെന്റിനെ അയാൾക്ക് പുച്ഛമാണ്. ഈ നടപടിക്രമങ്ങളെ പുച്ഛമാണ് അയാൾക്ക്. അത് മാത്രമല്ല, ഈ നരേന്ദ്രമോദിയോടുള്ള വെറുപ്പ് അയാൾക്ക് ഇന്ത്യക്കാരോട് ഉള്ള വെറുപ്പായിട്ട് മാറിയിരിക്കുന്നു. ഈ ഇന്ത്യക്കാരോടുള്ള വെറുപ്പ് അയാൾക്ക് ഇന്ത്യ രാജ്യത്തോട് തന്നെ ആയിട്ടുള്ള വെറുപ്പായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പം അയാൾ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണ്. അപ്പോൾ ഇവരിപ്പോൾ
ഇതൊക്കെ കൊണ്ടുവന്ന് ഇത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നണില്ല അയാളെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ കാരണം അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരിക്കണേക്കായും ഉള്ളതില്ലാത്തതും ഫലം ഒന്ന് അല്ല, അത് അവിടെ ഇരിക്കുന്നതാണ് ഗുണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പൊതുവിൽ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ തൊട്ട് നമ്മുടെ താഴെത്തട്ടുള്ള BJP പ്രവർത്തകർ വരെ, അല്ലെങ്കിൽ രാഹുലിനെ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ പപ്പു എന്ന് പറയും. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ മണ്ടൻ എന്നാണ്. ഞാൻ കരുതുന്നില്ല അയാളൊരു മണ്ടനാണ്. ക്രൂവൽ എന്ന് പോട്ടെ, ഇത് ക്രിമിനൽ പേഴ്സൺ വിത്ത് ക്രിമിനൽ മൈൻഡ്. ഞാൻ അതാണ് പറഞ്ഞത്, നരേന്ദ്രമോദിയോടുള്ള വെറുപ്പ് അയാൾക്ക് ഇന്ത്യക്കാരോടുള്ള വെറുപ്പായിട്ട് മാറി. ഇന്ത്യക്കാരോടുള്ള വെറുപ്പ്, ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് പറയണത്, അയാൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തോടുള്ള വെറുപ്പായിട്ട് മാറി. എനിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പെരക്ക് തീ വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ എന്നെ പ്രധാനമന്ത്രിയാക്കിയില്ലെങ്കിൽ ഈ രാജ്യം ഞാൻ നശിപ്പിക്കും. അതെ, ഈ തെരഞ്ഞെടുപ്പിലൂടെ അയാൾ പ്രധാനമന്ത്രി പദത്തിലെത്തും എന്ന് ആരും കരുതുന്നില്ല. കാരണം കോൺഗ്രസിൽ അയാളുടെ ശിങ്കിടികളുണ്ട് കുറേ പേര് ലോക്സഭയിൽ, അവർക്ക് കൂടി എന്താ പറയുക ഉറപ്പാണ് ഇയാൾ പ്രധാനമന്ത്രി ആവില്ല. അത് പിന്നെ അവർക്ക് ചുറ്റും പറ്റി നിൽക്കണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവർക്ക് ചിലർക്ക് മുഖ്യമന്ത്രി ആവാനോ മറ്റ് മന്ത്രിമാരൊക്കെ ആവാനായിട്ട് സാധ്യത കിട്ടും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടേതായ ഒരു നേട്ടം കിട്ടും എന്നുള്ള ധാരണയിലാണ് അവർ നിൽക്കണം മുഴുവനും. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. പണ്ട് അങ്ങേക്കറിയില്ല, 23 അംഗ ഒരു സമിതി ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ. ഇവർ ഈ കുടുംബത്തിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴും അവരെ മുഴുവൻ എന്താ പറയുക ഒറ്റപ്പെടുത്താൻ നോക്കി. അങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ശശി തരൂർ, കപിൽ സിബാൽ, ഗുലാം നബി ആസാദ്, പിന്നെ ജിതേന്ദ്ര പ്രസാദിയുടെ മകനല്ല, വേറെ പലരും ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്നു. പ്രായമായി 80-82 വയസ്സായി. അദ്ദേഹം വീട്ടിൽ റെസ്റ്റാണ്. ഗുലാം നബി ആസാദ് പുതിയ പാർട്ടി രൂപീകരിച്ച് വേണ്ടി വന്ന NDA ആയിട്ട് സഖ്യം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ മുസ്ലിം ഫേസ് എന്ന് പറയുന്നതായിരുന്നു ഗുലാം നബി ആസാദ്. ഈ സ്ത്രീ ഇല്ലേ സോണിയാഗാന്ധി, ഇവര് 1999 ഇലക്ഷനിൽ ബെല്ലാരിയിൽ നിന്നാണ് അവർ മത്സരിച്ചത്. അവർ മറ്റേ ബെല്ലാരിയിൽ 2 ലക്ഷത്തിൽ ഭൂരിപക്ഷത്തിന് അല്ലാണ്ട് കോൺഗ്രസ് ഇന്നേ അവർ ജയിച്ചിട്ടുള്ളത്. 2 ലക്ഷമാണ് മിനിമം ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അവർ ബെല്ലാരി സെലക്ട് ചെയ്തത്. അവിടെ അവർ കഷ്ടി ജയിച്ച 50,000 വോട്ടിനാണ്. അന്ന് ആ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് മുഴുവനും ഈ ഗുലാം നബി ആസാദാണ്. അയാൾ അവിടെ വന്ന് 24 മണിക്കൂറും ഫൈറ്റ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇയാളെ ഇപ്പം അഡ്വൈസ് ചെയ്ത് കൊടുക്കണം KC വേണുഗോപാൽ. KCക്ക് അതിനുള്ള ബുദ്ധിയില്ലേ? രാഷ്ട്രീയത്തിലുള്ള ബുദ്ധിയില്ലേ, ഒരു പ്രായോഗിക ബുദ്ധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിന് ഒരു കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാർ ബിജു പട്നായിക്, NKP സാൽവെ, വസന്ത് സാത്തെ, ദെൻ YB ചവാൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. SK പാട്ടീൽ, വസന്ത് ദാദാ പാട്ടീൽ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു കോൺഗ്രസിന്. ഇപ്പം എവിടെയുണ്ട് കോൺഗ്രസിന് ആ സ്റ്റേജിലുള്ള നേതാക്കന്മാരില്ല. ഇപ്പം മുഴുവനും ഈ പറഞ്ഞ പോലെ ഏതോ ഒരു മീനാക്ഷി എന്തൊരു പെണ്ണും അതുപോലുള്ള കുറേ അലമ്പ് കേസുകളാണ് ഇയാളുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ ഉപഗ്രഹങ്ങളായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടുപോയത്? എന്തുകൊണ്ടാണ് ഈ ജിതേന്ദ്ര പ്രസാദയുടെ മകൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോയത്? അവരാരും അത്ര മോശം ആൾക്കാരൊന്നുമല്ല. നമ്മൾ തമ്മിൽ സംസാരിച്ച കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ സോണിയാഗാന്ധിയെ കുറിച്ചുള്ളത്, അത് 10,000-കണക്കിന് ആളുകൾ കണ്ടു. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ കുമാർ ചെല്ലപ്പൻ സാറിന് എന്തിനാണ് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഇത്ര ദേഷ്യം? അയ്യോ, എനിക്ക് ഒരു വെറുപ്പില്ല, ഒരു ദേഷ്യമില്ല. ഞാൻ അവരെ നേരിട്ട് ആയിക്കൂടി കണ്ടതാണ്. ഈ 99 തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ക്യാമ്പയിന് വന്നപ്പോഴാണ് ബെല്ലാരി ഞാൻ ഇലക്ഷൻ കവറേജ് റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അന്നാ കണ്ടത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാരെ കാണുമ്പോൾ അറിയാം, ദേ വിൽ ബി എ ടോട്ടൽ ഫെയിലിയർ, ദേ വിൽ നോട്ട് മേക്ക് എൻ ഇമ്പാക്റ്റ് ഇൻ പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോണില്ല എന്നറിയാം. ഇവർ അങ്ങേക്കറിയില്ലേ, ഈ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ 98 വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഒരു വോട്ടിന് വാജ്പേയി ഗവൺമെൻറ് തോറ്റു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ KR നാരായണൻ ഇവരെ എന്താണ് പറയുന്നത് ഭരണം കൈമാറാനായിട്ട് ഇവരെ വിളിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അത് അപ്പോഴല്ല, 2004 ഇവരെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു പത്രക്കാരൻ, ഇവർ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പത്രക്കാരൻ ആരോ ചോദിച്ചു, അപ്പോൾ മാഡം നിങ്ങളാണോ അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ ഇവർ ഒരു വലിയ ലജ്ജാവതിയുടെ മുഖത്ത്
ഭാവത്തോടുകൂടി ഐസാഹി ഹൊത്താഹേന അങ്ങനെയല്ലേ ഇതിന് നടക്കേണ്ടത് എന്നൊക്കെ അതല്ലേ അതിന്റെ ഒരു രീതി. അതെ, അത് പോയി പ്രസിഡന്റിൻ്റെ അടുത്ത് കടലാസം കൊണ്ട് ചെന്നത് എന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നപ്പോഴാണ് പ്രസിഡന്റ് പറഞ്ഞു കുഴപ്പമില്ല, ഐ അക്സെപ്റ്റ് ഇറ്റ്, പക്ഷെ ഒരു കാര്യം കൂടി ഒന്ന് പോയി കൺഫേം ചെയ്തിട്ടോ, നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുണ്ടോ? നിങ്ങളൊരു ഇറ്റാലിയൻ വനിതയാണ്, ഈ ഇറ്റാലിയൻ വനിത ഇവിടെ വന്ന് ഇന്ത്യൻ പൗരത്വം എടുത്തു, നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ സാധിക്കണം. അതേപോലെ ഇന്ത്യയിൽ നിന്നും ഒരു വ്യക്തി പോയി ഇറ്റാലിയൻ പൗരത്വം എടുത്താൽ അവർക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ? ഇല്ല. അതിനാണ് ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ടിൽ. ഇവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താഞ്ഞ. ഇവിടെ പറയുന്നത് സോണിയയുടെ ത്യാഗം. പിന്നെ ത്യാഗം കലാമിന്റെ വാണിംഗ് ആണ് അത് യഥാർത്ഥത്തിൽ. അതല്ലേ കലാമിനെ സെക്കൻഡ് ടൈം പ്രസിഡന്റ് ആക്കാതിരുന്നത്. അല്ലാതെ ഒരു കാരണമില്ല. പിന്നെന്താന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഷീ വാണ്ടഡ് എ പപ്പറ്റ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത്. അപ്പോൾ നമുക്ക് രാഹുലിലേക്ക് തിരിച്ചു വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി കാരണം ഇപ്പം നമുക്ക് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ഇപ്പോൾ 2029 തെരഞ്ഞെടുപ്പ് വരുമല്ലോ. അതുവരെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായിട്ട് സർവൈവ് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേരളം, കർണാടക, തമിഴ്നാട്, ബംഗാൾ, ആസാം, പുതുച്ചേരി ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ ഈ BJP-യുടെ സാധ്യതകളും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളും പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ബംഗാളിൽ ഒരു സാധ്യതയില്ല, ആസാമിലേക്ക് നോക്കണ്ട, കേരളത്തിലെ കാര്യം കണ്ടറിയണം, തമിഴ്നാട് പ്രവചിക്കാൻ കഴിയില്ല. നോക്കൂ സുനിൽ, ഞാനൊരു കാര്യം പറയാം. തമിഴ്നാട്ടിൽ സ്റ്റാലിനില്ലേ, DMK സ്റ്റാലിനും കോൺഗ്രസിനെ വെറും ഡോർമാറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. വെറും ഡോർമാറ്റായിട്ട് കിട്ടണ സീറ്റും മേടിച്ച് വേണ്ടി നിന്നു, അല്ലെങ്കിൽ പൊക്കോളാനാണ് അവർ പറയുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് എത്രയോ വട്ടം ഓരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്നിട്ട് കോൺഗ്രസ് ഒരു തവണ 2014 ഒറ്റയ്ക്ക് മത്സരിച്ചു. 4% വോട്ടാണ് കിട്ടിയത് അവർക്ക്. അത്രേ ഉള്ളൂ തമിഴ്നാട്ടിൽ. അത് തന്നെ ഇല്ല, നേതാക്കന്മാരാണ് കൂടുതലാണ്. ദീർഘകാലം തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കാമരാജൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന് വലിയ ശക്തമായ അടിത്തറയുണ്ടായിരുന്ന തമിഴ്നാട് എങ്ങനെ മാറിപ്പോയത്? ഒന്ന്, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം. കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണികളെക്കാളും കൂടുതലും നേതാക്കന്മാരാണ്. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു എന്താ ഒരു അരന്താങ്കി അങ്ങനെ എന്തോ ഒരു പേരുള്ള പെരുന്താങ്കി, ശൽവൈ പെരുന്താങ്കി എന്ന് പറഞ്ഞ ഒരുത്തനാ TNCC പ്രസിഡന്റ്. സുനിൽ ഓർക്കണം, TNCC പ്രസിഡന്റായിരുന്ന ആൾക്കാർ ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ആൾക്കാരാണ്. കാമരാജിന് ശേഷം എന്താ പറയണ്ട, ഭക്തവത്സല, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ, സുബ്രഹ്മണ്യം, ബാലകൃഷ്ണൻ, ഇവരൊക്കെ അഖിലേന്ത്യാ നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയവും എല്ലാം നോക്കുന്നവരാണല്ലോ. നമ്മുടെ ജോലിയുടെ ഭാഗമായി തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റിനെ കുറിച്ച് ഞാനിതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ സംഭവം ഇതിന് ആരുമില്ല. കാരണം ഒരു സുപ്രഭാതത്തിൽ KV തങ്കബാലുവിനെ പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞു കേൾക്കാം. പിറ്റേ ദിവസം തൊട്ട് KV തങ്കബാലുവിനെതിരായിട്ട് എല്ലാവരും ഹൈക്കമാൻഡിനെ കാണാൻ പോവുകയാണ്, ഇയാളെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. പകരം വേറൊരാളെ കൊണ്ടുവന്നു, അയാൾക്കെതിരായിട്ട് പിറ്റേ ദിവസം ഇതൊരുമാതിരി മ്യൂസിക്കൽ ചെയറാണ് TNCC പ്രസിഡന്റ് പദം. അപ്പോൾ എന്തുമാത്രം പദവി അല്ലെങ്കിൽ എന്തുമാത്രം റെസ്പെക്റ്റ് കോൺഗ്രസ്സിന് ഉണ്ടാവും എന്നുള്ളത് സുനിൽ ആലോചിച്ചാൽ മതി. കോൺഗ്രസ്സുകാർക്ക് തന്നെ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ ശക്തി അറിയാൻ പാടില്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ കാമരാജൻ്റെ പേര് പറഞ്ഞാൽ വോട്ട് വീഴും. അതെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് നമുക്ക് രാഹുലിലേക്ക് വരാം. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അങ്ങ് പറയുന്നത് ഒരു 2029 വരെ രാഹുൽ ഗാന്ധി പൊളിറ്റിക്കലി സർവൈവ് ചെയ്യുമോ എന്നൊരു സംശയമുണ്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സർവൈവ് ചെയ്തു കഴിഞ്ഞാലും 2029 തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി ഉണ്ടാകുമോ? അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലായിരിക്കുമോ? അല്ല, ഇന്ത്യ മുന്നണി ഉണ്ടാവും. കാരണം ഞാൻ ഇന്ത്യ മുന്നണി തകർന്നു എന്ന് പലരും പറയുമ്പോഴും ഞാൻ എപ്പോഴും നമ്മൾ പാർലമെൻറ്റിൻ്റെ സഭാ നടപടികൾ കാണുമ്പോൾ നമുക്കറിയാം. സഭാ നടപടികൾ കാണുമ്പോൾ അറിയാം അവരുടെ മുന്നണി തകർന്നിട്ടില്ല. ഇപ്പോൾ CPM ഒക്കെ കോൺഗ്രസും എന്താ പറയണേ മറ്റേത് രാഷ്ട്രീയ കക്ഷിയും പോലുള്ള ഭയങ്കര ശക്തമായ അലയൻസ് ഉണ്ട്. CPM-നുണ്ട് അതേപോലെ. ഇപ്പൊ ഈ കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാ? ഒരു ശിവദാസൻ എന്ന് പറഞ്ഞൊരു കേരള CPM MP, ജോൺ ബ്രിട്ടാസോ, അവർ രണ്ടുപേരൊക്കെയാണ്. അപ്പൊ പിന്നെ അതിൽ നിന്ന് ആലോചിക്കാവുന്നുള്ളത് ഈ അപ്പൊ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ തന്നെ ആയിരിക്കും. വേറെ മാർഗമില്ലല്ലോ. വേറെ ആര് വരും? ഇപ്പോൾ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ്, അയാൾക്ക് UP-ക്ക് പുറത്ത് അയാളെ ആൾക്കാരെ അറിയുമോ? തേജസ്വി യാദവിന് പുറത്തിറങ്ങി 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിച്ച് ഫിറ്റായിട്ട് ഒന്നാണ് സംസാരിച്ചത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അഖിലേന്ത്യ ഇത് കിട്ടും. പിന്നെയും സാധ്യത ഉണ്ടെന്ന് പറയണ നമ്മുടെ മമതാ ബാനർജിക്കാണ്. പക്ഷേ അവർക്ക് അക്സെപ്റ്റബിലിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവർ ഇതുപോലെ ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഒരു നേതാവിനെ ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടില്ല ഇവർക്ക്. ഇവരെ അതിനു മുമ്പ് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമ്മയുടെ കൂടെ മറ്റേ ഇറ്റലിയിലെ ദ്വീപിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് പക്ഷെ അത് നമുക്കിപ്പോൾ ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയണവരെ വെയിറ്റ് ചെയ്യണം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയണവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവരോട് അതിനു മുമ്പ് നാഷണൽ ഹെറാൾഡ് കേസിലെ വിധി വരാം ചിലപ്പോൾ. കോടതി വിധിയല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതി വിധിക്ക് ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ജാമ്യത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടാവനാന്ന് തോന്നുന്നുള്ള രീതിയിൽ അമ്മയും മോനും നടക്കണം. അല്ല, ആ സ്ത്രീക്ക് സുഖമില്ല, അവർക്ക് എന്തോ വളരെ ഗൗരവമായ അസുഖമാണ്. പുറത്ത് പറഞ്ഞിട്ടുള്ള അസുഖം എന്താന്ന് ചിലർക്കൊക്കെ അറിയാം എന്താ കാര്യം എന്ന്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, പേര് പറഞ്ഞിരുന്നു. അത് ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സൂക്കേടിൻ്റെ വിവരം മുഴുവൻ ചോർത്തും. അത് അറിയേണ്ടവരെയൊക്കെ അവരെ അറിയിക്കും. പണ്ട് നെഹ്റുവിൻ്റെ സൂക്കേട് അവർക്ക് അങ്ങനെയല്ല അവർ മനസ്സിലാക്കിയത്. ഈ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അയാൾ താമസിച്ച ഹോട്ടലിലെ ടോയ്ലറ്റിൽ നിന്ന് അയാളുടെ ഫീക്കൽ മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തു, ഇയാൾക്ക് എന്തൊക്കെ സൂക്കേടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇയാൾ അടുത്ത കാര്യം ചാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ പുടിൻ അലാസ്കയിൽ പോയപ്പോഴത്തേക്ക് മറ്റേ ടോയ്ലറ്റ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്ന് പറയുന്നത് വളരെ ഒരു ഇരുളടഞ്ഞ ഭാവിയാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ട് അവർക്ക്, സ്വന്തമായിട്ട് പൈസ ഉണ്ട്. ഇവരെന്തൊക്കെയാ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. സുനിൽ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവർ ഇന്ത്യയിൽ നിന്ന് വിമാനം കയറുന്ന സമയത്ത് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ അതോടുകൂടി ആ CRPF കമാൻഡോസാണ് അവർക്ക് ഇവിടെയൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നത്. അവർക്ക് ആ വിമാനത്തിൽ കയറാൻ അധികാരമൊന്നുമില്ല. ഇവരുടെ മറ്റേ സെക്യൂരിറ്റി കൊണ്ട് നടക്കുന്ന മുഴുവൻ ഇറ്റാലിയൻ മാഫിയയുടെ ആൾക്കാരാണ്. അപ്പം പിന്നെ അവരവിടെ പോയി എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഈ നരേന്ദ്രമോദിയെ പറ്റി അത് പറയാൻ പറ്റുമോ? ഏതെങ്കിലും BJP നേതാവിനെ പറ്റിയോ ഏതെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പറ്റി പറയാൻ പറ്റുമോ? CPM-കാർ പിന്നെ പോണത് കൂടി എന്നാൽ ചൈനയിൽ പോകും, അതിൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ അതെ, അതല്ലെങ്കിൽ താഹിതി ഓർ മക്കാവോ ഇവിടെയൊക്കെ പോകുള്ളൂ, പട്ടായ മക്കാവോ, അതിനപ്പുറത്തോട്ട് പോവില്ലല്ലോ ഇവരും. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭാവി ഇപ്പോഴത്തെ നില അനുസരിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. തൽക്കാലം പിടിച്ചു നിൽക്കുക, 2029 വരെ പിടിച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ജ്യോതിഷിയുടെ പ്രവചനം കൂടെ നടന്നു. മൈ ഗോഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പമാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക.